ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച വീണ്ടും ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നു. പ്രയാസം നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക്, കൂടുതൽ പ്രയാസമുള്ള ഘട്ടത്തിലേക്ക് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം എന്താണെന്ന് ഈ മീറ്റിങ്ങിന്റെ തുടക്കത്തിൽ സംസാരിച്ച സഹോദരന് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് വേണ്ടത് എന്താണ്? ഈ ദേശത്തിനൊരു സൗഖ്യമാണ് വേണ്ടത്. ഈ ദേശത്തിന് സൗഖ്യം വേണമെങ്കിൽ എന്താ വേണ്ടത്? അത് നമ്മൾ കാണുന്നു. 2 ദിനവൃത്താന്തം 7:14 നമ്മൾ ഒരിക്കൽ വളരെ വിശദമായിട്ട് ചിന്തിച്ചതാണ്. അവിടെ നമ്മൾ കാണുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ദേശത്തിന് സൗഖ്യം, അത് വരണമെങ്കിൽ സമാന്തരമായിട്ട് നടക്കേണ്ട മറ്റൊരു കാര്യം എന്താ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, അവർക്ക് ശുദ്ധീകരണം ഉണ്ടാവണം. നമ്മൾ 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയും ചെയ്താൽ, ദൈവം അങ്ങനെ ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ ദേശത്തിന് സൗഖ്യം, അതിനായിട്ട് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാനൊക്കുന്നത് എന്താ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എന്ന് നമ്മളെ തന്നെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തെ സഭയിൽ അംഗങ്ങളായിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള ആ നിലയിലുള്ള അശുദ്ധികൾ ചിന്തയിലും മനോഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ പറയുകയുണ്ടായി, ഇതുപോലെ പ്രയാസമുള്ള ഒരു ഘട്ടത്തിൽ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. അപ്പോൾ തന്നെ പിശാചും എന്താണ്? പിശാചും വളരെ ആക്റ്റീവായിട്ട് അവന് വന്ന് എന്തെങ്കിലും നിലയിൽ തനിക്കൊരു മുതലെടുപ്പിന് സാധ്യതയുണ്ടോ എന്ന് അവൻ നോക്കും. നമ്മൾ ഒരു ഉദാഹരണം പറയുണ്ടായി. ഒരു വീടിന് തീ പിടിച്ചെന്നിരിക്കട്ടെ. ഒരു വീടിന് തീ പിടിച്ചു. ഇന്ന് ഈ ലോകത്തിന് തീ പിടിച്ചതുപോലെയാണ് തോന്നുന്നത്. പലരും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പരിഭ്രമത്തിലായിരിക്കുന്നു. അങ്ങനെ സമൂഹത്തിന്, ലോകത്തിന്, ജനത്തിന് ഹൃദയത്തിലെ ചൂട് പിടിച്ച് തീ പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഘട്ടം, ഒരു വീടിന് തീ പിടിച്ച പോലെ ഒരു രംഗം വന്നാൽ വീട്ടുകാരൊക്കെ എന്താ ചെയ്യുന്നത്? വീട്ടുകാരും സ്നേഹിതരും എല്ലാം ആ തീ അണയ്ക്കാനായിട്ട് നോക്കും. വെള്ളം കോരിക്കൊണ്ടുവരുന്നു, തീ അണയ്ക്കാൻ നോക്കുന്നു, സാധനങ്ങൾ പുറത്തെടുക്കാൻ നോക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ തെറ്റായ മനോഭാവമുള്ള ചില ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, പെര വേകുമ്പം വാഴ വെട്ടുക എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ വീട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അതില്. അന്നേരം ആ തക്കം നോക്കി എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് പോകാനായിട്ട് അവസരം കാക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധരുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് പിശാച്. പിശാച് എന്താ? ഇന്ന് ലോകം മുഴുവൻ വലിയ പരിഭ്രമത്തിലായിരിക്കുമ്പോൾ അവൻ കൂടുതൽ ആ നിലയിൽ ആക്റ്റീവായിട്ട് വന്നിട്ട് ആളുകളെ ഏതെങ്കിലും നിലയിൽ കൂടുതൽ വിഷമിപ്പിക്കാമോ, അവരിൽ ഏതെങ്കിലും നിലയിലുള്ള തെറ്റായ മനോഭാവങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ കാര്യങ്ങളെ ദുസ്സഹമാക്കാമോ എന്നാണ് അവൻ നോക്കുന്നത്. കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? കള്ളൻ അറുപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ വരുന്നില്ല. കള്ളനാണോ? അവൻ എന്താ? അവന് നെഗറ്റീവായ ഉള്ള ഇന്റൻഷനുകളാണ്, താല്പര്യങ്ങളാണുള്ളത്. ഈ തക്കം നോക്കി എല്ലാവരും വീടിന്റെ തീ അണയ്ക്കാൻ നോക്കുമ്പോൾ ആ തക്കം നോക്കി വല്ലതും മോഷ്ടിച്ചുകൊണ്ട് പോകുക, വല്ലതും അപഹരിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പിശാച് നമ്മിലും ഉന്നം വെച്ചിട്ടുണ്ട്. അവന് നമ്മൾ ഇടം കൊടുക്കരുത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത്. എഫേസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്, അവൻ തക്കം പാർത്ത് വരും, നമ്മൾ അവന് ഇടം കൊടുക്കരുത്. 2 കൊരിന്ത്യർ 2:11 നമ്മൾ പറഞ്ഞു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഈ 2 വാക്യങ്ങളും എഫേസ്യർ 4:27 ആകട്ടെ,
2 കൊരിന്ത്യർ 2:11 ആകട്ടെ, ആ വാക്യങ്ങൾ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവന്റെ തന്ത്രങ്ങളെക്കുറിച്ചും അവൻ ഇടം നോക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലുള്ള വാക്യങ്ങൾ, പുറകിലുള്ള വാക്യങ്ങൾ, അതിനോട് ചേർന്ന് വരുന്ന വാക്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോ നമുക്ക് മനസ്സിലായി അവൻ ഇടം കിട്ടുന്നത് ഏതിലൂടാണ്? ക്ഷമിക്കാത്ത ഒരു മനോഭാവത്തിലൂടെയാണ്. അതിൻ്റെ തൊട്ടു പുറകിലുള്ള ആ വാക്യങ്ങളിൽ ക്ഷമിക്കാത്ത മനോഭാവത്തെക്കുറിച്ചും ആരെങ്കിലും നമ്മളെ മുറിവേൽപ്പിച്ചെങ്കിൽ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങാതെ നമ്മൾ പച്ചയായി കൊണ്ട് നടന്നാൽ അതിലൂടെ പിശാചിന് ഇടം കിട്ടുമെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ചിന്തിച്ചു. അതിനെ തുടർന്ന് നമ്മൾ പിന്നീട് കണ്ടത് പിശാചിനെ കുറിച്ച് പറയുന്ന വേറെ പ്രസക്തമായ ചില വാക്യങ്ങളാണ്. അത് നമ്മൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളും ഒക്കെ നമ്മളെ ചിന്തിച്ചു. അവിടെ എന്താ പറയുന്നത്? അവിടെയും പിശാചിനെ കുറിച്ച് അലർന്ന സിംഹമെന്നും തക്ക നോക്കുന്നവനെന്നും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിശാചിന് ഇടം കൊടുക്കാതെ അവന് സൂക്ഷിക്കണമെന്നും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അവിടെ നിഗളത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിഗളത്തെക്കുറിച്ച് തുടർന്ന് നമ്മൾ നിഗളവും പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കിട്ടുന്ന ഒരു കാര്യമായിട്ട് ചിന്തിച്ചു. നോക്കുക, നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കാത്ത മനോഭാവമോ ഉണങ്ങാത്ത മറ്റുള്ളവരോടുള്ള ഒരു വൈരാഗ്യത്തിന്റെ മുറിവോ ഉണ്ടെങ്കിൽ അതിലൂടെ പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടം കിട്ടും. നമ്മൾ പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിഗളമോ അഹങ്കാരമോ ഒരു ഉന്നത ചിന്തയോ ഉണ്ടെങ്കിൽ അതിലൂടെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നിഗളത്തിന് നേരെ എതിരായ താഴ്മയിൽ നമ്മൾ എപ്പോഴും ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും വളരെ വിശദമായിട്ട് ചിന്തിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുണ്ടെങ്കിൽ വേറെ ചില കാര്യങ്ങൾ പിശാചിനെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ പിശാച് നേരിട്ട് വന്ന് ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന്റെ ഒരു നേർചിത്രമാണ് അവിടെ കോറിയിട്ടിരിക്കുന്നത്. സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ, ആ 3 വാക്യങ്ങൾ നോക്കുക. അവിടെ പിശാച് അക്ഷരാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ വന്ന് ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 12:10 നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അവനെന്താ? രാപ്പകൽ ആളുകളെ കുറിച്ച് അപവാദം പറയുന്നവനാണ് പിശാച്. ഈ രാപ്പകൽ അപവാദം പറയുന്ന ആ പിശാച് അപവാദി ഇവിടെ സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതനായ യോശുവയ്ക്കെതിരെ ചില അപവാദങ്ങൾ മാത്രമല്ല ചില ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ട് വരുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വളരെ വേഗത്തിൽ ആ കാര്യം ഒന്ന് നോക്കാം. സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു. കണ്ടോ? യോശുവ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതനായ യോശുവ ദൈവത്തിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ തന്നെ വലത്തുഭാഗത്ത് വേറൊരാളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വലത്തുഭാഗത്ത് നിൽക്കുന്നവരെല്ലാം നല്ല ആളുകളാണെന്നല്ലോ നമ്മൾ വിചാരിക്കുക. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ചങ്ങാതി എന്താ ചെയ്യുന്നത്? അവൻ പിശാചാണ്. അവൻ എന്താ ചെയ്യുന്നത്? ഈ യോശുവയെ കുറ്റം ചുമത്താൻ വേണ്ടിയാണ് വലതുഭാഗത്ത് വന്ന് ഹാജരായിരിക്കുന്നത്. എന്നിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ദൈവം തന്നെ ഈ പിശാചിനോട് സംസാരിക്കുന്നു. യഹോവ നിന്നെ ഫലിസിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. ഈ യോശുവ എന്ന് പറയുന്നത് ആരാണ്? എൻ്റെ ഭൃത്യനാണ്. അവനെ തീയിൽ നിന്ന് ഞാൻ വലിച്ചെടുത്ത ഒരു കൊള്ളിയാണ്. അവന് കരിഞ്ഞ് നശിച്ചു പോകാമായിരുന്നു, പക്ഷേ അവനെ തീയിൽ നിന്ന് ഞാൻ വലിച്ചെടുത്ത് രക്ഷിച്ച ഒരു കൊള്ളിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കുമ്പോൾ ഈ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമായിരുന്നു. നമ്മൾ അവിടെ വായിക്കുന്നത് യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം
അവങ്കൽ നിന്ന് നീക്കിക്കളയുകയും അവന്റെ അകൃത്യം നീക്കി ഉത്സവവസ്ത്രം ധരിപ്പിക്കുന്നതും ഒക്കെയാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഈ വാക്യങ്ങൾ ഇങ്ങനെ പറയാം. മഹാപുരോഹിതനായ യോശുവ. യോശുവ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ആരാണ്? ഇസ്രായേൽ മക്കളെ മോശ നടത്തിക്കൊണ്ടുവന്നു. മോശയ്ക്ക് ശേഷം യോശുവ എന്നൊരാള് നടത്തിക്കൊണ്ടുവന്നു. വേദപരിചയം ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ യോശുവായും ആ യോശുവായും ഒന്നാണെന്ന് വിചാരിക്കും. ഒരേ പേര് രണ്ടു പേർക്ക് വന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ പറയുന്ന യോശുവ ആരല്ല? മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് നടത്തിക്കൊണ്ടുവന്ന യോശുവയല്ല, മറിച്ച് ഇസ്രായേൽ മക്കള് കനാനിൽ വന്നു, അവരവിടെ താമസിച്ചു, അവരവിടെ രാജാക്കന്മാരുണ്ടായി. രണ്ട് തെക്കൻ നാടും വടക്കൻ നാടും, രണ്ട് ഇസ്രായേൽ എന്നും യഹൂദ്യ എന്ന് രണ്ട് നാടുകൾ, ആ രണ്ട് നാടുകളിലും രാജാക്കന്മാരുണ്ടായി. അങ്ങനെ ഇരിക്കെ നെബൂഖദ്നേസർ വന്ന് എന്ത് ചെയ്തു? ഇതിൽ അവശേഷിച്ച യഹൂദ്യ എന്ന് പറയുന്ന ആ ജനത്തെ പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക്, പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന്, ആ ബാബേൽ പ്രവാസത്തിൽ നിന്ന് ആ 70 വർഷത്തിന് ശേഷം ജനം മടങ്ങി വരുന്നു, ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങി വന്നവരെന്ത് ചെയ്യുന്നു? ഇടിഞ്ഞുപോയ ദേവാലയം പണിയുന്നു, അല്ലെങ്കിൽ യെരുശലേം നഗരത്തിന്റെ കേടുപാടുകൾ പോക്കുന്നു. ഈ ഘട്ടത്തിൽ ഇതിന്റെ ഒരു വളരെ വിശദമായ ഒരു ചിത്രം എസ്ര, നെഹമ്യാവ് തുടങ്ങിയവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എസ്രായോടൊപ്പം നമ്മൾ കാണുന്ന യോശുവ എന്ന് പറയുന്ന ആ മഹാപുരോഹിതൻ, അല്ലെങ്കിൽ മഹാപുരോഹിതന്റെ മകൻ, ഈ ആളാണ് ഇവിടെ സെക്കരിയാവിന്റെ പുസ്തകം 3:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയും സാത്താൻ കുറ്റപ്പെടുത്തുകയും ദൈവം അവന്റെ മുഷിഞ്ഞ വസ്ത്രം നീക്കി അവനെ നീതീകരിക്കുകയും ചെയ്യുന്ന യോശുവ ഇവനാണ് എന്ന് ഓർക്കണം. അല്ലാതെ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് കൊണ്ടുവന്ന യോശുവ അല്ല. ഇവന്റെ പേരിലും ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എസ്രായുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യങ്ങളിൽ സെരുബാബേലിനോടൊപ്പം ഇസ്രായേലിലേക്ക് വന്നവരുടെ പേര് പറയുമ്പോൾ ഒന്നാമത് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരാണ്. പക്ഷെ അവിടെ യോശുവ എന്നല്ല, യേശുവ എന്ന രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് യേശുവായും യോശുവായും? രണ്ടും ഒരാളാണ്. യോശുവ എന്നാണ് എബ്രായ ഭാഷയിൽ പറയുന്നത്. അതിനെ ഒരു ആരാമ്യമായ സംസാര ഭാഷയിൽ യേശുവ എന്നും പറയും. നമ്മൾ എസ്രായുടെ പുസ്തകം നോക്കുമ്പോൾ അവിടെയൊക്കെ യേശുവ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് എസ്രായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നോക്കുക. അവിടെയും മഹാപുരോഹിതനായ യോസാദാക്കിന്റെ മകനായ യേശുവ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ യേശുവ തന്നെയാണ് എബ്രായ ഭാഷയിൽ പറയുന്ന യോശുവ. ഈ യോശുവ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താ? ദൈവം രക്ഷിക്കുമെന്നുള്ളതാണ്. ഈ വാക്ക് തന്നെയാണ്, ഈ പേര് തന്നെയാണ്, അതായത് നമ്മള് ഗ്രീക്ക് ഭാഷയിൽ പറയുമ്പോൾ ജീസസ് എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവര്, ഒത്തിരി പേരെല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷനായി പോയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഇങ്ങനെ പറയാം. യോശുവ, യേശുവ, ഇത് രണ്ടും ഒരാളാണ്. യോശുവ എന്നുള്ളത് എബ്രായ ഭാഷയിൽ പറയുന്നു, ആരാമ്യ ഭാഷയിൽ യേശുവ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഗ്രീക്ക് വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഗ്രീക്കുകാര് താരതമ്യേന ആ നിലയിൽ റോമാക്കാരോടൊപ്പം ആ നിലയിൽ ആധിപത്യം, സാംസ്കാരികമായ ഒരു ആധിപത്യം സ്ഥാപിച്ചിരുന്നത് കൊണ്ട് ഈ യോശുവ എന്ന വിളിപ്പേര് യേശു എന്നായി തീർന്നു. ചുരുക്കത്തിൽ നമുക്ക് പറഞ്ഞു വന്ന കാര്യങ്ങളെ ഇങ്ങനെ സംക്ഷേപിക്കാം. ഇവിടെ ഇതാ സെക്കരിയാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന യോശുവ ഒരാളാണ്. അത് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് കൊണ്ടുവന്ന ആളല്ല, മറിച്ച് ഒരു മഹാപുരോഹിതനായ യോസേദേക്കിന്റെ മകനാണ്. ഇദ്ദേഹം ഒരു മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതനായ യോശുവ, അവനെക്കുറിച്ച് പിശാച് കുറ്റം ചുമത്തുന്നു. നമ്മൾ അതാണല്ലോ ചിന്തിക്കുന്നത്. പിശാച് കുറ്റം ചുമത്തുന്നു. പിശാച് കുറ്റം ചുമത്താൻ അവനെ പ്രേരിപ്പിച്ച കാര്യം എന്താ? പ്രേരിപ്പിച്ച കാര്യം
ഈ യോശുവയുടെ മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ കണ്ടോ, സെക്കരിയാവ് 3 അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവൻ നിന്നത്. മുഷിഞ്ഞ വസ്ത്രം എന്തിനെ കാണിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭാപ്രസംഗി 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ടല്ലോ, നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിലെ എണ്ണ കുറയുമരുത്. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കണം. വെള്ള വസ്ത്രം വിശുദ്ധിയെ കാണിക്കുന്നു. അപ്പോ ഈ യോശുവയുടെ വസ്ത്രവും എന്തായിരുന്നു? വെള്ള വസ്ത്രമായിരുന്നു. പിന്നെ അതെങ്ങനെയാ മുഷിഞ്ഞത്? മുഷിഞ്ഞത് ഏതോ ഒരു അശുദ്ധി ഉണ്ടായി. ആ അശുദ്ധി അവൻ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് പരിഹാരം നേടാനായിട്ട് കഴിയാതെ അവൻ ആ കാര്യത്തിൽ ഒരു ഉദാസീനത കാട്ടിയതുണ്ടാവാം. അതുകൊണ്ടാണ് പിശാച് അവന്റെ മുഷിഞ്ഞ വസ്ത്രത്തിന്റെ പേരിൽ അവനെ ഇവിടെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? കുറ്റപ്പെടുത്തുമ്പോൾ യോശുവ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുക. അവൻ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് അവൻ ആ തെറ്റ ഏറ്റു പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ദൈവം എന്ത് പറയുന്നു? ദൈവം പറയുന്നു, അവന്റെ അകൃത്യം, ആ മുഷിഞ്ഞ വസ്ത്രം അവനിൽ നിന്ന് നീക്കിക്കളവി. കർത്താവിനോട് നമ്മൾ പാപം ഏറ്റു പറഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? പാപം അവിടുന്ന് നീക്കിക്കളയും. 1 യോഹന്നാൻ 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാപമുണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത വസ്ത്രത്തിന്മേൽ കറ പുരണ്ടാൽ, നമുക്കതിനൊരു പോംവഴിയുണ്ട്. പോംവഴി എന്താ? യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്ഷിക്കപ്പെട്ടുമ്പോൾ നമ്മുടെ 1000 പാപങ്ങളിൽ നിന്ന് കർത്താവ് ശുദ്ധീകരിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജാഗ്രതയില്ലാതെ നിന്നാൽ, എവിടെയെങ്കിലും നമ്മുടെ വെള്ളവസ്ത്രത്തിന്മേൽ ഒരു കറ പുരണ്ടാൽ നമ്മൾ എന്ത് വേണം? അതിനെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായിട്ട് കർത്താവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കണം. അങ്ങനെ കഴുകൽ പ്രാപിക്കാൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഏറ്റു പറയുന്നു എങ്കിൽ. 1 യോഹന്നാൻ 1, 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ഈ യോശുവ പിശാച് വന്ന് അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഉടനെ തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ടാവും. ഏറ്റു പറഞ്ഞപ്പോൾ ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കാനായിട്ട് കഴിയില്ല. ദൈവം പറയുന്നു, ആ മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവി. അവന്റെ അകൃത്യം നീക്കി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്നതും ഒരു ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും സമയത്തിലേക്ക് ഈ സെക്കരിയാവ് 3-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വഴിമാറുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന ചിന്ത എന്താണ്? പിശാച് നമ്മുടെ ജീവിത വസ്ത്രത്തിന്മേൽ ഒരു കറയുണ്ടെങ്കിൽ അവൻ അതിലൂടെ നമ്മളിൽ കടന്നു കയറാനായിട്ട് അവൻ ശ്രമിക്കും. അവൻ അത് വെച്ച് നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. നമ്മൾ എന്ത് വേണം? പിശാചിന് ഇടം കൊടുക്കാതെ നമ്മുടെ ജീവിത വസ്ത്രത്തിലെ ആ കറ, അത് കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവൻ ഇടം കൊടുക്കാതെ ആ കറ മാറ്റി വീണ്ടും നമ്മുടെ വസ്ത്രം വെള്ളയാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ പിശാചിന് ഇടമുണ്ടാവും. നമ്മുടെ വാക്കിലോ വിചാരത്തിലോ മനോഭാവങ്ങളിലോ പ്രവൃത്തികളിലോ നമുക്ക് തെറ്റ് വരാം. ആ തെറ്റ് വരാന്നതിനെ ന്യായീകരിക്കാനായിട്ടല്ല ഞാനിത് പറയുന്നത്. അബദ്ധത്തിൽ അങ്ങനെ തെറ്റ് വന്നാൽ എന്ത് വേണം? നമ്മൾ അതിനെ ഏറ്റു പറഞ്ഞ് അതിന് പരിഹാരം കാണണം. പരിഹാരം കണ്ടില്ലെങ്കിൽ, ആ കാര്യത്തിൽ നമ്മൾ ഉദാസീനത പുലർത്തിയാൽ, ഇവിടെ ഇതാ യോശുവയുടെ പേരിൽ പിശാച് ആരോപണം കൊണ്ടുവന്നത് പോലെ നമ്മുടെ നേരെയും അവൻ ആരോപണം കൊണ്ടുവരികയും നമ്മിൽ അവൻ അവകാശം ഉന്നയിക്കുകയും ചെയ്യും എന്നാണ് ഈ യോശുവയുടെ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് മറ്റൊരാളുടെ ചരിത്രം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ വേഗത്തിൽ നോക്കാം. യൂദായുടെ പുസ്തകം 9-ാമത്തെ വാക്യം. പുതിയ നിയമ പുസ്തകമാണ്. യൂദായുടെ പുസ്തകം 9-ാമത്തെ വാക്യം. യൂദ വെളിപ്പാടിന് തൊട്ടു മുമ്പുള്ള ഒരധ്യായം മാത്രമുള്ള യൂദായുടെ പുസ്തകം. അതിന്റെ 9-ാമത്തെ വാക്യം നോക്കുക. അവിടെ പിശാച് ഇതുപോലെ മറ്റൊരാളെ കുറിച്ച് ഒരു അവകാശവാദം ഉന്നയിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വേറെ ആരുമല്ല, മോശയെ കുറിച്ചാണ്. നമ്മൾ യൂദ 9-ാമത്തെ വാക്യം നോക്കുക. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ
ഒരു ദൂഷണവിധി ഉച്ചരിപ്പിയ കർത്താവ് നിന്നെ വത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. എന്താ ഈ സംഭവം? യൂദായുടെ പുസ്തകം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ വായിക്കുന്ന ഈ സംഭവം എന്താണ്? നമുക്കറിയാം. നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം അറിയാം. മോശയുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു പാളിച്ചയെ കുറിച്ച് നമുക്കറിയാം. ആ പാളിച്ചയുടെ പേരിൽ പിശാച് എന്ത് ചെയ്യുന്നു? പിശാച് മോശയുടെ ശരീരത്തിന് അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നതും പ്രധാന ദൂതനായ മീഖായേൽ പിശാചിനെ ശാസിക്കുന്നതും ഒക്കെയാണ് യൂദ 9 പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സംഭവം കാണുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7 മുതൽ 11, 12 വാക്യങ്ങളിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. സംഖ്യാപുസ്തകം 20-ന്റെ 7 മുതൽ 11, 7-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം, ഇവിടെയൊക്കെ മോശയുടെ ജീവിതത്തിൽ ഒരു അവകാശം പറഞ്ഞ് പിശാച് വരാനിടയായ അവനുണ്ടായ ഒരു പാളിച്ചയെ കുറിച്ച് നമ്മൾ കാണുന്നു. എന്താ? മോശ 600,000 വരുന്ന ഈ ഇസ്രായേൽ ജനത്തെ മുഴുവൻ നടത്തിക്കൊണ്ട് വരികയാണ്. മോശയോടൊപ്പം സഹോദരൻ അഹരോനും ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ സീൻ മരുഭൂമിയിൽ വന്നപ്പോൾ ആളുകൾ എന്തിനു വേണ്ടി പിറുപിറുത്തു? കുടിവെള്ളത്തിന് വേണ്ടി പിറുപിറുത്തു. ഇവര് നേരത്തെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ജനത്തെ കൊണ്ടുവരുമ്പോ അവര് നേരത്തെയും ഹോരേബിൽ വെച്ച് കുടിവെള്ളത്തിന് വേണ്ടി ഈ നിലയിൽ പിറുപിറുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 17:6 നമ്മൾ അവിടെ വായിക്കും. അപ്പൊ പുറപ്പാട് പുസ്തകം 17:6 ദൈവം മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുക? നീ വടിയുമായിട്ട് ചെന്ന് ഒരു പാറയെ കാണിച്ചു തരും. ആ പാറയെ അടിക്കണം. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും. ആ വെള്ളം ആർക്ക്? ദാഹജലമായി കൊടുക്കണം. ഇസ്രായേലിന് ദാഹജലമായി കൊടുക്കണം എന്ന് പുറപ്പാട് 17:6 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ വെച്ച് അവർ വെള്ളം കുടിച്ചു. അവര് സന്തോഷമായിട്ട് മുന്നോട്ട് നീങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും അവരുടെ മരുപ്രയാണത്തിന്റെ നാളുകൾ കഴിഞ്ഞുപോയി. ഇപ്പൊ ഇതാ അവര് സീൻ മരുഭൂമിയിൽ എത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 20-ന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. അവിടെ വന്നപ്പം വീണ്ടും അവർക്ക് എന്തില്ല? കുടിവെള്ളക്ഷാമം ഉണ്ടായി. വെള്ളത്തിനായിട്ടുള്ള ദാഹം. അവര് വീണ്ടും പിറുപിറുക്കാനായിട്ട് അവർക്ക് ആകെപ്പാടെ ചില കാര്യങ്ങളെ അറിയുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടേ ദൈവത്തിന്റെ ദാസനായ മോശയ്ക്കും അഹരോനും ഒക്കെ എതിരെ പിറുപിറുക്കുക. അല്ലാതെ ഇത്രയും വർഷങ്ങളിലെ അനുഭവങ്ങൾ അവരെ നന്നാക്കിയിട്ടില്ല. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുകയില്ല എന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ അണ്ണാനെ നമ്മൾ വിളിച്ച് ചിലതൊക്കെ പഠിപ്പിച്ച് കുറെ വർഷങ്ങൾ കഴിഞ്ഞാലും അവൻ എന്ത് മറക്കുകയില്ല, മരം കയറ്റം മറക്കുകയില്ല എന്നാണ് ചൊല്ല്. എന്ന് വെച്ചാൽ ചിലരുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കുറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഒട്ടും മാറാൻ പോകുന്നില്ല എന്ന നിഷേധാത്മകമായ ഒരു ചൊല്ലാണത്. ഇസ്രായേൽ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഈ കാര്യം ഓർത്തു പോകും. കാര്യം പുറപ്പാട് പുസ്തകം 17:6 ഒരു കരിമ്പാറയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെട്ട് അതിനെ 2 വട്ടം അടിച്ച് അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടതാണ്. നമ്മള് സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്, അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവുമാക്കി. പാറയെ എങ്ങനെ ജലതടാകമാക്കാൻ ഒക്കുന്നത്? മനുഷ്യന് അസാധ്യം. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മോശ ആ പാറയെ അടിച്ചപ്പോൾ അത് ജലതടാകമായി, തീക്കല്ല് നീരുറവയായി, തീ പോലെ പഴുത്തു നിൽക്കുന്ന ആ പാറ ജലതടാകമായി. ഇങ്ങനെയൊക്കെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ സംഭവത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ നടന്നതാണ്. പക്ഷെ ഇവിടെ ഇതാ സംഖ്യാപുസ്തകം 20 വരുമ്പോൾ അവർ വീണ്ടും പിറുപിറുക്കുന്നു. വീണ്ടും പിറുപിറുത്തപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? മോശയോടും അഹരോനോടും പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വടിയും എടുത്തുകൊണ്ട്. ഏത് വടി? മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ചെങ്കടലിനെ വിഭാഗിച്ച വടിയാണിത്. നേരത്തെ ഹോരേബിൽ വെച്ച് പാറയെ അടിച്ച വടിയാണ്. ഈ വടിയും എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെന്നിട്ട് അവിടെ ഒരു പാറ ഞാൻ കാണിച്ചു തരും. ആ പാറയോട് കൽപ്പിക്കുമ്പോൾ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇവിടെ എന്താ ദൈവം പറഞ്ഞേക്കുന്നത്? 4 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞത് വടി എടുത്തുകൊണ്ട് മോശെ അഹരോനും കൂടെ ചെല്ലണം. 2, സഭയെ വിളിച്ചു കൂട്ടണം. ഇസ്രായേൽ മക്കളെ എല്ലാം അവിടെ വിളിച്ചു കൂട്ടണം. ഈ പാറയുടെ അടുത്ത് വിളിച്ചു കൂട്ടണം. 3, പാറയോട് കൽപ്പിക്കണം. പാറയോട് കൽപ്പിക്കണം. അല്ലാതെ പാറയെ അടിക്കാൻ ദൈവം പറഞ്ഞില്ല.
പാറയെ അടിക്കാൻ ദൈവം പറഞ്ഞില്ല. പക്ഷേ നമുക്ക് സംഖ്യാപുസ്തകത്തിന്റെ 20 നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട്. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും അഹരോനും വടിയൊക്കെ എടുത്ത് ഈ പാറയുടെ അടുത്ത് ചെന്നു ഈ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി. അത് 2 കാര്യങ്ങൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്നിട്ട് ഈ മോശ എന്ത് ചെയ്തു? പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത്. മോശ എന്തോ ചെയ്തു? ജനത്തോട് ഒരു വലിയ പ്രസംഗം അങ്ങ് നടത്തി. മത്സരികളെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ധാർമ്മിക രോഷം ഉണർന്നു. ഈ ആളുകളെ നടത്തിക്കൊണ്ട് വരുന്നവർക്ക് ചിലപ്പോൾ ഒരു ധാർമ്മിക രോഷം ഉണ്ടാകാം. പക്ഷെ ആ ധാർമ്മിക രോഷം ഒരിക്കലും ജഡീകമായ ഒരു കോപത്തിലേക്ക് വഴിമാറരുത്. മോശയുടെ ഈ ധാർമ്മിക രോഷം അണപൊട്ടി ഒഴുകി മോശ മത്സരികളെ കേൾപ്പി, ഞാനിപ്പൊ പാറയിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും വെള്ളം തരുമെന്ന് പറഞ്ഞ് കയ്യിൽ വടിയിരിക്കുക. പാറയും കണ്ടു. പഴയ ഒരു സംഭവം ഓർമ്മയിലും ഉണ്ട്. മോശ എന്ത് ചെയ്തു? വടിയെടുത്ത് ഈ പാറയെ അടിച്ചു. അവിടെയാണ് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് മോശ ചെയ്തത്. ഉടനെ തന്നെ ദൈവം അവിടെ ഇടപെടുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? അതിന്റെ 12-ാം വാക്യം, സംഖ്യാപുസ്തകം 20:12 ദൈവം ഉടനെ തന്നെ പറയുന്നു, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കായകൊണ്ട് നിങ്ങൾ ഈ സഭയെ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല. അതായത് കനാനിലേക്ക് നിങ്ങൾ ഇവരെ നടത്തിക്കൊണ്ടു പോവുകയാണല്ലോ. അഹരോനെ, മോശെ, നിങ്ങള് ഞാൻ പറഞ്ഞത് കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അടിച്ചു. ഈ ജനത്തിന്റെ മുൻപാകെ, സഭയുടെ മുൻപാകെ ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യല? കനാനിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം അവിടെ വെച്ച് തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും ഗൗരവമായിട്ട് പറഞ്ഞത്? വേദപണ്ഡിതന്മാർ ഇതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പൗലോസ് പിന്നീട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്താ? അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തു അടിയേക്കണം. അടിയേറ്റ് അവനിൽ നിന്ന് ജീവജലം പുറപ്പെടണം. ഹോരേബിൽ അത് നടന്നു. പക്ഷെ പിന്നെയും എന്ത് വേണ്ട? പിന്നെയും ആ പാറയെ അടിക്കണ്ട. പിന്നീട് അതിനോട് കൽപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ മോശയുടെ ധാർമ്മിക രോഷത്തിൽ അത് ചെയ്തില്ല. അവൻ അതിനോട് കൽപ്പിക്കുന്നതിന് പകരം ജനത്തോട് സംസാരിച്ചു. എന്നിട്ട് പാറയെ അടിച്ചു. ഇതിന് പകരമായിട്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, നിങ്ങൾ ആ ദേശത്ത് കടക്കയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആവർത്തന പുസ്തകം 34-ന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 34-ന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ മോശയുടെ മരണത്തിന്റെ കാര്യമാണ് നമ്മൾ കാണുന്നത്. മോശയോട് പറയുന്നു, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, നീ ദേശത്തേക്ക് കടക്കയില്ല, കനാലിലേക്ക് കടക്കയില്ലെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ പിസ്ഗ കൊടുമുടിയിൽ നിന്നുകൊണ്ട് നീ എന്തോ ചെയ്താൽ മതി? ആ ദേശം ഒന്ന് കണ്ടാൽ മതി. നിനക്ക് പകരം യോശുവ ആ ജനത്തെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. നീ പിസ്ഗ കൊടുമുടിയിൽ വെച്ച് ഈ ദേശം കണ്ടതിന് ശേഷം നീ മരിക്കും, നീ അങ്ങോട്ട് പോകയില്ല എന്ന് പറയുന്നു. തുടർന്ന് അവിടെ ദൈവം പറയുന്നു, ആവർത്തന പുസ്തകം 34-ന്റെ 4 മുതൽ 6 വരെ, ദേശം ഇത് തന്നെ, ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. വചനപ്രകാരം അവൻ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോശ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോവാബ് ദേശത്ത് ബേത്പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അവനെ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മള് യൂദായുടെ പുസ്തകം 9-ാമത്തെ വാക്യത്തിൽ വായിച്ച ആ സംഭവം, അതിന്റെ ആ പശ്ചാത്തലമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മോശയുടെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി. കൽപ്പിക്കാൻ പറഞ്ഞിട്ട് അവൻ അടിച്ചു. ഇസ്രായേൽ ജനം കാണുക ദൈവത്തിന്റെ കൽപ്പനയെ നിരസിച്ചു. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ദൈവം മോശയോട് ശക്തമായിട്ട് ഇടപെട്ടു. അതിന് ശിക്ഷയായിട്ട് അവൻ ആ കനാൻ ദേശത്തേക്ക് കടക്കയില്ല എന്ന് പറഞ്ഞു. മോശ ഉടനെ അനുതപിച്ചിട്ടുണ്ടാവും. ദൈവത്തിന്റെ ആ മുഖത്തിന്റെ മുമ്പാകെ എപ്പോഴും കവിണ് വീഴുന്ന അതിസൗമ്യനായ മോശ തീർച്ചയായിട്ടും ദൈവമേ ഞാൻ അനുതപിക്കുന്നു എന്ന് പറഞ്ഞ് അനുതപിച്ചിട്ടുണ്ടാവും. പക്ഷേ അനുതപിച്ചു, ദൈവം അവനെ ശിക്ഷിച്ചു. ഇതൊക്കെ ശരിയായിട്ടും അവസാനം ഇവിടെ ഇതാ ബേത്പെയോരിനടുത്ത് ആരും ഇന്ന് വരെ ആ ശവക്കുഴിയുടെ സ്ഥലം കണ്ടെത്താത്തിടത്ത് ദൈവം തന്നെ മോശയെ സംസ്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ പ്രധാന ദൂതനായ മീഖായേലിന്റെ നേതൃത്വത്തിൽ
ആ ബോഡി സംസ്കരിച്ചപ്പോ അവിടെ ആര് കടന്നു വരുന്നു? പിശാച് കടന്നു വരുന്നു. പിശാച് ഒരു അവകാശവാദവും കൊണ്ടാണ് വരുന്നത്. എന്താ അവന്റെ അവകാശവാദം? ദൈവമേ, മോശ എന്തോ ചെയ്തു? മോശ നിന്റെ കൽപ്പന തെറ്റിച്ചു, നിന്റെ വാക്കിനെ അനുസരിച്ചില്ല. അതുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ അവകാശം എനിക്കാണ്. അതുകൊണ്ട് അവന്റെ ബോഡി എനിക്ക് വിട്ടുതരണം. ഞാൻ അവന്റെ ആത്മാവിനെയും നരകത്തിൽ കൊണ്ടുപോകാം. കേട്ടോ, പ്രധാന ദൂതനായ മീഖായേൽ എന്ത് പറഞ്ഞു? കൂടുതലൊന്നും പറഞ്ഞില്ല, നിന്നെ ഫൽസിക്കുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മനോഭാവം എന്താണ്? ഒരു തെറ്റിന് രണ്ട് ശിക്ഷയില്ല. മോശ എന്ത് ചെയ്തിട്ടുണ്ട്? മോശ തന്നെ താഴ്ത്തി. അതിന്റെ ഫലമായിട്ടും ഒക്കെ അവനൊരു ചെറിയ ശിക്ഷ ദൈവം കൊടുത്തു. നീ കനാൻ ദേശത്തേക്ക് കടക്കയില്ല എന്നൊരു ശിക്ഷ കൊടുത്തു. ആ തെറ്റിന് മോശ പശ്ചാത്തപിച്ചു, ദൈവം അവന് ശിക്ഷയും കൊടുത്തു. ഇനിയിപ്പൊ പിശാച് പിന്നെ അവകാശം പറഞ്ഞുകൊണ്ട് അന്ന് കൽപ്പന ലംഘിച്ചു, അവൻ അനുസരണക്കേട് കാണിച്ചു എന്നും പറഞ്ഞ് പിശാചെ നീ വന്നാൽ, മീഖായേൽ പറയുക, നിന്നെ ഫൽസിക്കുന്നു, നിന്നോട് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. കണ്ടോ, പിശാച് വന്നിടത്ത് പിശാചിന് ചില അവൻ്റെതായ ന്യായങ്ങളുണ്ട്. അവൻ ദൈവത്തോട് പറഞ്ഞു കാണും, ദൈവമേ, ഞാനും നിന്റെ കൽപ്പന തെറ്റിച്ചപ്പം നീ എന്നെ എന്ത് ചെയ്തു? നീ എന്നെ വെട്ടി താഴെ ഇട്ടു. ഞാൻ അങ്ങനെയാണ് പ്രധാന ദൂതനായിരുന്ന ഞാൻ പിശാചായി മാറിയത്. അങ്ങനാണെങ്കിൽ മോശ നിന്റെ നല്ല ഭൃത്യനായിരുന്നു, പക്ഷെ അവൻ തെറ്റ് കാണിച്ചല്ലോ. തെറ്റ് കാണിച്ചപ്പം എന്നോട് ചെയ്തതുപോലെ കർശനമായിട്ട് അവനോടും ചെയ്ത് അവനെ എനിക്ക് വിട്ടുതരണം, ഞാൻ അവനെ നരകത്തിൽ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് വരികയെ. ഞാൻ പറഞ്ഞു വരട്ടെ പ്രിയപ്പെട്ടവരെ, മഹാപുരോഹിതനായ യോശുവയുടെ നേരെ അവകാശം പറഞ്ഞു ചെന്ന പിശാച്, മോശയുടെ നേരെ അവകാശം പറഞ്ഞു ചെന്ന പിശാച് പാവപ്പെട്ട നമ്മുടെ നേരെ അവകാശം പറഞ്ഞു വരാതിരിക്കുമോ? തീർച്ചയായിട്ടും അവൻ വരും. പക്ഷേ അവന് നമ്മുടെ മേലൊരു അവകാശം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താ വേണ്ടത്? അതാണ് ഞാൻ പറയാൻ വന്നത്. നാം ഏറ്റുപറഞ്ഞ് പരിഹാരം കാണാത്ത ഒരു പാപം നമ്മുടെ മേലുണ്ടാകരുത്. ഏറ്റുപറഞ്ഞ് പരിഹാരം കാണാത്ത ഒരു പാപമുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജീവിത വസ്ത്രത്തിന്മേൽ അതൊരു കറയായിട്ട് നിൽക്കും. സക്കരിയാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തിന്റെ കെയറോഫിൽ ഒരു അവകാശവാദം പറഞ്ഞു വന്ന പിശാച് നമ്മുടെ ജീവിതത്തിലെ ഈ കറ കണ്ട് അവൻ അവകാശവാദം പറഞ്ഞു വരും. മരിച്ചിട്ട് പോലും മോശയെ വെറുതെ വിടാതെ മോശയുടെ അടുത്തേക്ക് വന്ന പിശാചിന്റെ നമ്മൾ ഓർക്കുക. അതുകൊണ്ട് പിശാചിന് ഇടം കിട്ടാവുന്ന നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപം, അല്ലെങ്കിൽ ക്രമീകരണം വരുത്താത്ത പാപം, അത് പിശാചിന് ഇടമുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ വേഗത്തിൽ വേറൊരു കാര്യത്തിലേക്ക് കടന്നു ചെല്ലാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നമ്മൾ പറഞ്ഞു വന്നത് പിശാചിന് ഇടം കിട്ടുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു, ക്ഷമിക്കാത്ത മനോഭാവം, അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നിഗളം, ഇതിലൂടെ ഒക്കെ പിശാചിന് ഇടമുണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞത് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാത്ത പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വേണം? പരിഹാരം വരുത്തണം. വരുത്തിയില്ലെങ്കിൽ പിശാച് അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാമോ എന്നവൻ നോക്കും. മഹാപുരോഹിതനായ യോശുവയുടെ അടുത്ത് അങ്ങനെ ചെന്നു, മോശയുടെ നേരെ അങ്ങനെ ചെന്നു. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ ആരെയെങ്കിലും ഒരു തെറ്റായ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഓർക്കാതിരിക്കുന്നെങ്കിൽ, അയ്യോ ഞാൻ ചിലപ്പോൾ ഓർക്കാതെ എന്തെങ്കിലും പാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്ക് ഓർമ്മയുള്ള പരിശുദ്ധാത്മാവ് വെളിച്ചമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിത വസ്ത്രത്തിലെ ഒരു കറ നമ്മൾ ഏറ്റു പറയാത്ത, അല്ലെങ്കിൽ പരിഹാരം വരുത്താത്ത ഒരു കാര്യം കാണിച്ചു തന്നാൽ ഉടനെ അതിന് പരിഹാരം വരുത്തുക, ഉടനെ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. എന്നാൽ അങ്ങനെ നമുക്കൊരു ഓർമ്മയില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ കർത്താവിന്റെ രക്തത്തിൽ ശരണം പ്രാപിച്ച്
പരിശുദ്ധാത്മാവ് എപ്പോഴാണോ നമുക്ക് ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോഴതിന് പരിഹാരമുണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ കർത്താവിന്റെ രക്തത്തിൽ ശരണപ്പെട്ട്, കർത്താവെ ഞാൻ എന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് എൻ്റെ ജീവിത വസ്ത്രത്തിൽ എവിടെയെങ്കിലും എനിക്ക് ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടുത്തെ സന്നിധിയിൽ പറഞ്ഞു, എവിടെയെങ്കിലും എൻ്റെ ശ്രദ്ധയിൽ വരാത്ത ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതെന്നെ ഓർപ്പിക്കാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയുക. ക്രമീകരണം വരുത്തേണ്ട ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അപ്പോൾ നമ്മളെ അത് കാണിച്ചു തരും. അപ്പോഴതിന് ക്രമീകരണം വരുത്തുക. അങ്ങനെ ക്രമീകരണം വരുത്താതെ നമ്മൾ ഇട്ടാൽ അവിടെയാണ് പിശാചിന് ഇടമുണ്ടാകുന്നത് എന്ന കാര്യം ഒരു തെറ്റായ കുറ്റബോധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ വിശദമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പിശാചിന് ഇടം കിട്ടുന്ന മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നത്. നമ്മൾ വായിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് എന്താണ് അതിന്റെ കാര്യമെന്ന് ആ പശ്ചാത്തലത്തിൽ നിന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം, 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കുക. 2-3 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ഇതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആരെ കാണുന്നു? പിശാചിനെ കാണുന്നു, സാത്താനെ കാണുന്നു. സാത്താൻ എന്താ? സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെ അടുത്തേക്കും വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് ഈ പിശാച് വന്ന് ഹവ്വായെ ചതിച്ചതുപോലെ നമ്മളെ ചതിക്കാൻ നോക്കുന്നത്? 11-ന്റെ 2-ാമത്തെ വാക്യം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മമണവാളനായ കർത്താവുമായിട്ട് വളരെ നിർമ്മലമായ ഏകാഗ്രമായ ഒരു ബന്ധം നമുക്കുണ്ടാവണം. സിമ്പിൾ പ്യുവർ ഡിവോഷൻ നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു ഏകാഗ്രമായ നിർമ്മലമായ ഒരു ബന്ധത്തിൽ എപ്പോഴെങ്കിലും വീഴ്ച വന്നാൽ പിശാചിന് ഒരു ഇടം കിട്ടുകയാണ് എന്ന് നമുക്ക് ഈ വാക്യങ്ങളോട് ചേർത്ത് 2 കൊരിന്ത്യർ 11-ന്റെ 2-3 വാക്യങ്ങളോട് ചേർത്ത് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. ഇവിടെ കണ്ടോ, ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. വിത്ത് എ ഗോഡ്ലി ജലസി എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഐ ആം ജലസ് ഫോർ യു വിത്ത് എ ഗോഡ്ലി ജലസി എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം നമ്മളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ബന്ധം, നമ്മുടെ അടുപ്പം കർത്താവിനോട് മാത്രമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് പകരം നാളുകൾ കഴിയുമ്പോൾ വേറെ ആരെങ്കിലും അവിടേക്ക് വന്നാൽ ദൈവം ഒരു തീഷ്ണതയോടെ എരിയും, ഒരു അസൂയയോടെ കാക്ഷിക്കും എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇതേ കാര്യം പിന്നീട് നമ്മൾ കാണുന്നത് വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്ന രംഗങ്ങളിലാണ്. പുറപ്പാട് പുസ്തകം 20-ന്റെ 4-5 വാക്യങ്ങളിൽ നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മൾ ഈ തീഷ്ണതയുള്ള ദൈവം, ജലസ് ഗോഡ് എന്നുള്ള പ്രയോഗം നമ്മൾ അവിടെ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 20-ന്റെ 4-5 എന്താ പറയുന്നത്? ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴിൽ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയെ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകും. ഐ ആം എ ജലസ് ഗോഡ്. നമ്മൾ 2 കൊരിന്ത്യർ 11-ന്റെ 2-ൽ കണ്ട ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ ജലസ് ഗോഡ് എന്ന് നമ്മൾ കണ്ട അതേ വാക്ക് തന്നെയാണ് ഇവിടെ പുറപ്പാട് പുസ്തകം 20-ന്റെ 4-5 പറയുന്നത്. അവിടെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയുന്നത്? വിഗ്രഹാരാധനയുമായി ബന്ധപ്പെടുത്തിയാ പറയുന്നത്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താ?
ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം, അതിനിടയ്ക്ക് വേറെന്തെങ്കിലും കടന്നു വരുന്നതാണ് വിഗ്രഹം. അങ്ങനെയുള്ള വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് ഇസ്രായേൽ മക്കളോട് തന്നെ അന്ന് കൽപ്പിച്ചിരുന്നു. കണ്ടോ, നമ്മൾ പുറപ്പാട് പുസ്തകം 34-13-14 വാക്യങ്ങൾ നോക്കുക. പുറപ്പാട് പുസ്തകം 34-13-14. അവിടെയും വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട്, ഞാൻ തീഷ്ണതയുള്ള ദൈവം, ജലസ് ഗോഡ് എന്ന് 2 കൊരിന്ത്യർ 11:2 നമ്മൾ കണ്ട അതേ വാക്ക് തന്നെ കാണുന്നു. ആവർത്തന പുസ്തകം 4-15-18 വരെയുള്ള വാക്യങ്ങൾ, 4-23-24 വാക്യങ്ങൾ, 5-9 വാക്യങ്ങൾ കണ്ടോ. ഞാൻ പല വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചു. പുറപ്പാട് പുസ്തകം 20-4-5, പുറപ്പാട് പുസ്തകം 34-13-14, ആവർത്തന പുസ്തകം 4-15-18, 4-23-24, ആവർത്തന പുസ്തകം 5-9. ഇവിടെ ഒക്കെ ഇതൊന്നും എടുത്തു വായിക്കാൻ നമുക്ക് സമയമില്ല. ഇവിടെയൊക്കെ നമ്മൾ എന്താ കാണുന്നത് പ്രിയപ്പെട്ടവരെ? അവിടെയൊക്കെ ദൈവത്തോട് മാത്രമായിരിക്കണം ഇസ്രായേലിന് ബന്ധം എന്ന് പറയുമ്പോൾ, ആ ബന്ധത്തിനിടയിൽ വേറെന്ത് വരരുത്? വിഗ്രഹം വരരുത്. വിഗ്രഹം വന്നാൽ ഞാൻ എരിവുള്ള, തീഷ്ണതയുള്ള ദൈവമാണ് എന്ന് പറയും. ഇന്ന് പല പൗരോഹിത്യ സഭകളും അക്ഷരാർത്ഥത്തിൽ തന്നെ അവരുടെ ദേവാലയങ്ങളെ വിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുക. ദൈവത്തോട് മാത്രമല്ല അവർക്ക് ബന്ധം. ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? ക്രിസ്തു എന്ന ഏകപുരുഷനോട് ബന്ധം വേണമെന്ന് പറയുമ്പോൾ അവരെന്താ? ക്രിസ്തു കൂടാതെ അവർക്ക് മധ്യസ്ഥന്മാരും തമ്പുരാന്റെ അമ്മയും ഒക്കെ ഉണ്ട്, മറ്റു പലരും ഉണ്ട്. ദൈവത്തോടുള്ള സിമ്പിൾ പ്യുവർ ഡിവോഷനെ ഇന്നത്തെ പൗരോഹിത്യ പട്ടത്വ സഭകൾ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ മലിനപ്പെടുത്തി ക്രിസ്തു എന്ന ഏകപുരുഷനും അവർക്കുമിടയില് പല മധ്യസ്ഥന്മാരെയും പല ആചാരങ്ങളെയും പല പതിവുകളെയും കൊണ്ടുവന്നിരിക്കുന്നു. പിശാചിന് അവിടെ എല്ലാം ഇടമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കണ്ടോ, ഇന്ന് സുവിശേഷ വിഹിത സഭകളിൽ നിന്ന് പോലും കാഴ്ചപ്പാടില്ലാത്ത ചിലര് ഈ പട്ടത്വ പൗരോഹിത്യ സഭകളിലേക്ക് പോവുക. അവർ ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പിശാചിന് ഇടം കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. തെറ്റായ നിലയിൽ കർത്താവ് എന്ന ഏകപുരുഷനുമായിട്ട് സിമ്പിൾ പ്യുവർ ഡിവോഷൻ, അതാണ് വ്യക്തിപരമായിട്ട് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഇടയിൽ മറ്റു വിഗ്രഹങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ ഇന്ന് പല പട്ടത്വ പൗരോഹിത്യ സഭകളിലും മധ്യസ്ഥന്മാരും മറ്റു പല പതിവുകളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാതെ സുവിശേഷ വിഹിത സഭകളിൽ നിന്ന് പോലും അടുത്ത കാലത്ത് ചിലര് ഈ പട്ടത്വ സഭകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോക്കുക, പിശാച് ആളുകളെ എങ്ങനെയൊക്കെ വഞ്ചിക്കുന്നു എന്ന് നോക്കുക. പോട്ടെ, നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. നമ്മൾ ഒരു സുവിശേഷ വിഹിത സഭയിലായിരിക്കുന്നു. നമുക്ക് വിഗ്രഹങ്ങളുണ്ടോ? നമുക്ക് ഈ 2 കൊരിന്ത്യർ 11-2-3 വാക്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? നമ്മളോടും എന്താ ദൈവം ആവശ്യപ്പെടുന്നത്? കർത്താവുമായിട്ട് ലളിതമായ നിർമ്മലമായ ഒരു ബന്ധം. ആ ബന്ധത്തിനിടയിൽ വേറെന്തെങ്കിലും കടന്നു വന്നാൽ, ദൈവത്തിന്റെ സ്ഥാനം അപഹരിച്ചാൽ അതെന്തായി? അത് വിഗ്രഹമായി. അങ്ങനെ ഒരു വിഗ്രഹം വന്നാൽ, ഇവിടെ കണ്ടോ, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ആ വിഗ്രഹം അത് വന്നാൽ ദൈവം അതിനെതിരെ ദൈവീകമായ അസൂയയോടെ എരിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം അങ്ങനെ ഒരു വിഗ്രഹത്തെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിശാച് അവിടെ വരുന്നു. നമ്മൾ അതിനോട് ചേർത്താ വായിക്കുന്നത്. ഏകപുരുഷന് നിർമ്മല കന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം എന്ത് ചെയ്തു? ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ക്രിസ്തുവിനോടുള്ള ഏകാഗ്ര നിർമ്മലമായ ആ ബന്ധം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവുമായിട്ട് ഒരു ലളിതമായ നിർമ്മലമായ ഒരു സ്നേഹബന്ധമാണ് ഉണ്ടായിരിക്കേണ്ടത്. ആ ബന്ധം കുറച്ചു കഴിയുമ്പോൾ തണുത്ത് പോയാൽ ആ ബന്ധത്തിനിടയിൽ മറ്റ് ചിലത് കടന്നു വരും. ഉദാഹരണത്തിന്, നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ക്രിസ്തീയ കൂട്ടായ്മകളൊക്കെ വളരെ താല്പര്യമായിരുന്നു. ഞായറാഴ്ചയ്ക്ക് വേണ്ടി, വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒക്കെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്താ? ഇപ്പൊ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹബന്ധം അത് തണുത്തുപോയി.
ഇപ്പോഴും നമ്മൾ ഞായറാഴ്ച പതിവ് പോലെ കൂടുന്നുണ്ട്, അല്ലെ വെള്ളിയാഴ്ച പതിവ് പോലെ കൂടുന്നുണ്ട്. പക്ഷേ ആ ഏകാഗ്രത, നിർമ്മലത, ആ സിംപ്ലിസിറ്റി, ആ കർത്താവുമായിട്ടുള്ള ലളിതമായ ഹൃദ്യമായ ആ ബന്ധം, അത് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ പിശാചിനൊരിടം കിട്ടുകയാണ്. അവിടെ ഒരു വിഗ്രഹം വരിക, ഒരു പരിചയം വരിക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ആളുകൾ ആരെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ ഒരു വിഗ്രഹമായിട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട മറ്റു ആരെങ്കിലും ഒരു വിഗ്രഹമായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങള് എന്താ, കർത്താവുമായിട്ടുള്ള നമ്മുടെ ലളിതമായ ആ ബന്ധത്തെ മാറ്റിക്കളയും. ഇതൊരു വലിയ വലിയ വിഷയമാണ്. നമുക്കിത് പറയാനായിട്ട് ഒത്തിരി സമയം വേണം. നമുക്ക് എന്നാലും ഇങ്ങനെ വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവമായിട്ട് ലളിതമായ നിർമ്മലമായ ഒരു ബന്ധം ഉണ്ടാകാനാണ്. ഞാൻ പറയട്ടെ, കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ ബന്ധം ലാളിത്യത്തിൽ നിന്ന് ഒരു പതിവോ ചടങ്ങോ ആയി പോയിട്ടുണ്ടോ? ഒരു വിവാഹ ബന്ധം നമ്മൾ ഓർത്താൽ മതി. വിവാഹം കഴിച്ച നാളുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താ, വളരെ ഒരു ലളിതമായ എന്നാൽ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഇന്നിപ്പം വർഷങ്ങൾ കടന്നുപോയി. ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഭാര്യ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, എല്ലാം തുണിയൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ആ പഴയ ആ ഹൃദയബന്ധത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പതിവുകളെല്ലാം ഉണ്ട്, ഞായറാഴ്ചയുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആ ഹൃദ്യമായ ബന്ധം മാറിപ്പോയാൽ എന്തു പറ്റും? നമ്മളിവിടെ വായിച്ചത്, പിശാചിന് ഇടം കിട്ടുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കാര്യം എടുക്കാം. നമ്മളെ കർത്താവ് എന്തെന്നാ വിളിച്ചിരിക്കുന്നത്? ക്രിസ്തുവുമായിട്ട് ഒരു സ്നേഹബന്ധം. ഇന്നിപ്പോ വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ആദ്യ സ്നേഹത്തിൽ എവിടെയെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നിനക്ക് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ പിശാചിന് അവിടെ ഒരു ഇടമുണ്ടെന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങൾ ചേർത്ത് അവിടെ എരിയുന്നു, തീഷ്ണതയോടെ എരിയുന്നു എന്ന് പറഞ്ഞ തീഷ്ണൻ എന്ന വാക്ക് പഴയ നിയമത്തില് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഉള്ള ഭാഗങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്തി നമ്മൾ അതിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനം എന്താ? നമ്മൾ എവിടെയെങ്കിലും മറ്റെന്തിനെയെങ്കിലും വിഗ്രഹമാക്കിയിട്ടുണ്ടോ? ആദ്യ സ്നേഹത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിശാചിന് അവിടെ ഇടം കിട്ടും. അതൊരു വിഗ്രഹാരാധനയാണ്, കേവലം ഒരു ചടങ്ങും പരിചയവുമായി പോയി. ആ പരിചയവും ചടങ്ങും മാറ്റി നമുക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. ഇതാണ് 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവമോ, സമാധാനത്തിന്റെ ദൈവമോ, റോമർ 16:20, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. കണ്ടോ, സാത്താനെ കുറിച്ച് പറയുന്ന മറ്റൊരു വാക്യം. നമ്മൾ എന്താ ചെയ്തത്? ഇതേവരെ ചെയ്തത് സാത്താനെ കുറിച്ച് പറയുന്ന വാക്യങ്ങളോട് ചേർന്ന് ആ ഭാഗത്ത് തന്നെ എന്താ ഒരു തെറ്റായ മനോഭാവം ഉണ്ടെന്ന് വെച്ചാൽ അത് സാത്താൻ ഇടം കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ വന്നത്. ഇവിടെ റോമർ 16:20 ദൈവമോ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും എന്ന് പറയുമ്പോൾ അവിടെ എന്താ തെറ്റായ ഒരു മനോഭാവം? ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് നോക്കുക. 17-ാമത്തെ വാക്യം മുതൽ, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവി എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതെല്ലാം വായിച്ച് വിശദീകരിക്കാനായിട്ട് സമയമില്ല. ഞാൻ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇത് സഭയെന്ന
ആ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആ പോക്കിന് വിഘാതമായിട്ട് ഉണ്ടാക്കുന്ന ദഗ്നപക്ഷങ്ങളും ഇടർച്ചകളും ഗ്രൂപ്പിസവും ഒക്കെയാണ്. അതിനെതിരെയും നമ്മൾ സഭയെന്നുള്ള നിലയിൽ ജാഗ്രത പാലിക്കണം. അങ്ങനെ പാലിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള വിഭാഗീയതയിലൂടെ, അങ്ങനെയുള്ള ആ നിലയിലുള്ള ഭിന്നതയിലൂടെ എന്തുവരും? പിശാചിന് സഭയിൽ ഇടം കിട്ടും. അതുണ്ടാകരുത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ക്ഷമിക്കാത്ത മനോഭാവം, ഉണങ്ങാത്ത മുറിവ്, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നിഗളം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റുപറഞ്ഞ് പരിഹാരം കാണാത്ത പാപം, ഇന്ന് നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചത്, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. ലളിതമായ നിർമ്മലമായ ഒരു ഭക്തിയിൽ നിന്ന് നമ്മൾ ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകുന്നത്, അതും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ അങ്ങനെ പോകുന്ന വിശ്വാസികളുടെ കൂട്ടം ഒരു സഭ മുന്നോട്ട് പോകുമ്പം ആ സഭയെ തകർക്കാൻ എന്തോ കൊണ്ടുവരാം? ഭിന്നതകളും ഇടർച്ചകളും ദ്വന്ദ്വപക്ഷങ്ങളും ഗ്രൂപ്പിസവും ഒക്കെ വരാം. അങ്ങനെ വന്നാൽ പിശാചിന് ഇടം കിട്ടുകയാണ്. അതിനെതിരെ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യത്തിലൂടെ വിരൽ ചൂണ്ടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഇവിടെ 16:20 നിങ്ങൾ കണ്ടോ? 16:20 വായിക്കുമ്പോൾ ഞാൻ ചിലപ്പം അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ചില വാക്യങ്ങളൊക്കെ, നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ, ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊരു അത്ഭുതമുണ്ടോ? ഒരു ഇതെന്താ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? ഉദാഹരണത്തിന് 16:20 വാക്യം തന്നെ നോക്കുക. അത് ഒരു അത്ഭുതപ്പെടുത്തുന്ന വാക്യമല്ലേ? അവിടെ എന്താ പറയുന്നത്? സാത്താനെ വേഗത്തിൽ കാൽ കീഴെ ചതച്ചു കളയും. ആരാ അങ്ങനെ ചെയ്യുന്നത്? ദൈവമാ ചെയ്യുന്നത്. പക്ഷെ ദൈവം ചതച്ചു കളയുന്നു. പക്ഷെ ആരുടെ കാലിന്റെ കീഴിലാ ചതയ്ക്കപ്പെടുന്നത്? കണ്ടോ? നമ്മുടെ കാൽ കീഴിൽ ചതയ്ക്കുമെന്നാ പറഞ്ഞത്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്, ദൈവമേ നീ ഇറങ്ങി വന്നു സാത്താന്റെ തലയെ തകർക്കണേ. ഓക്കെ, അതൊക്കെ ദൈവം ചെയ്യും. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും. പക്ഷെ ഇന്ന് പിശാചിന്റെ സാധ്യതയുള്ള ഭാഗങ്ങളെ കണ്ടെത്തി അവന്റെ തലയെ തകർക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. ദൈവം വന്ന് അതങ്ങ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും. പക്ഷെ അത് തകർക്കാനായിട്ട് നമുക്കാണ് ദൈവം നമ്മോടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ക്ഷമിക്കാത്ത ഒരു മനോഭാവം കാണുന്നെങ്കിൽ നമ്മളാണ് അതിന് ക്രമീകരണം വരുത്തേണ്ടത്. എവിടെയെങ്കിലും ഉണങ്ങാത്ത ഒരു മുറിവ് കാണുന്നെങ്കിൽ നമ്മളാണ് അതിന് ക്രമീകരണം വരുത്തേണ്ടത്. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉന്നത ഭാവം കാണുന്നതെങ്കിൽ പിശാചിന് അതിലൂടെ അവന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത്. എവിടെയെങ്കിലും നമ്മുടെ ജീവിതാവസ്ഥയിൽ ഒരു കറ കണ്ടാൽ പിശാചിന് അവിടെ ഇടമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളാണ് അത് പരിഹരിക്കേണ്ടത്. നമ്മളാണ് സാത്താന്റെ തലയെ തകർക്കേണ്ടത്. നമ്മുടെ ഒരു കാലത്തുണ്ടായിരുന്ന സിമ്പിൾ പ്യുവർ ഡിവോഷന് മാറ്റം വന്നു എന്ന് കണ്ടാൽ വീണ്ടും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരേണ്ടത് നമ്മൾ തന്നെയാണ്. അവിടെ എല്ലാം സാത്താന്റെ സാധ്യതയുണ്ട്. സാത്താൻ അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട് എന്ന് കണ്ടെത്തി ആ എൻട്രി പോയിന്റ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അവന്റെ തലയെ തകർക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഇവിടെയും നമ്മൾ വായിച്ചു, ഏതെങ്കിലും ഭിന്നതകളോ ഗ്രൂപ്പിസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ജാഗ്രത പാലിച്ച്, ഇത്രയും മനുഷ്യർ ഒന്നിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരാം. പക്ഷേ നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ അഭിപ്രായങ്ങൾ പിടിച്ച് ആ അഭിപ്രായങ്ങളോട് ചേരുന്ന കുറെ പേരെ കൂടെ സംഘടിപ്പിച്ച് അങ്ങനെയുള്ള ഭിന്നതകളോ ദ്വന്ദ്വപക്ഷങ്ങളോ ഇടർച്ചകളോ ഉണ്ടാക്കിയാൽ പിശാചിന് ഒരിടം കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ തന്നെ അവന്റെ തലയെ തകർത്ത് കളയണം. ദൈവമാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ കാൽ കീഴിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ആ ഭാഗം വായിച്ചിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സാത്താന്റെ തലയെ തകർത്ത് കളയും, ചതച്ചു കളയും എന്ന് പറയുമ്പോൾ ദൈവത്തെ അവിടെ വിശേഷിപ്പിച്ച കണ്ടോ? നമ്മൾ ആരെങ്കിലും ആയിരുന്നു ആ വാക്യം എഴുതിയിരുന്നത് എന്ന് ചിന്തിക്കുക. നമ്മൾ എന്തോ ചെയ്യും? ഈ സാത്താന്റെ തലയെ തകർക്കണമെങ്കിൽ നമ്മൾ ആ ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണം എന്തുമായിരിക്കും? സർവശക്തനായ ദൈവം സാത്താന്റെ തലയെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. കാര്യം ശക്തി വേണമല്ലോ തലയെ തകർക്കണമെങ്കിൽ. പക്ഷെ ഇവിടെ ദൈവത്തിന് കൊടുത്തേക്കുന്ന വിശേഷണം സർവശക്തനായ ദൈവം എന്നാണോ? അല്ല, സമാധാനത്തിന്റെ ദൈവം.
അയ്യുടെ സമാധാനം കൊണ്ട് എന്ന് ഇവന്റെ തലയെ താർക്കാൻ വെക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വേറൊരു കാര്യമാണ്. ലോകത്തിൽ കാണുന്ന കാര്യമല്ല. ലോകത്തിൽ അടിക്കടി, ക്ഷമിക്കാത്ത മനോഭാവത്തിന് നമ്മളും ക്ഷമിക്കാത്ത മനോഭാവം. അങ്ങനെയാണ് ലോകത്തിന്റെ രീതിയെങ്കിൽ നമ്മുടെ രീതി എന്താ? നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ അത് വിട്ടുകളയും. നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ മാറിപ്പോകുന്നു. നമ്മുടെ വലത്തെ ചകിട്ടത്തടിച്ചാൽ നമ്മൾ ഇടത്തേത് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് സാത്താൻ ഇടം കിട്ടാതെ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഭിന്നതകളും തൊങ്ങപക്ഷങ്ങളും ഇടർച്ചകളും വരുമ്പോൾ അവിടെ ശക്തിയല്ല പ്രയോഗിക്കുന്നത്, സമാധാനം, പീസ്. ഗോഡ് ഓഫ് പീസ്, ദൈവത്തിന്റെ ഒരു പുതിയ പേര്, ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവം. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ അവന്റെ തലയെ ചതച്ചു കളയും. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമുക്ക് കേട്ട വചനങ്ങളുടെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ എന്താ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ പറഞ്ഞത്, ദേശത്തിന് സൗഖ്യം വേണം. പക്ഷേ ദേശത്തിന്റെ സൗഖ്യം ഏതിലൂടെ? നമ്മുടെ തന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തന്റെ ജനത്തിന്റെ വിശുദ്ധീകരണത്തിലൂടെ. നമുക്ക് അശുദ്ധി വരാവുന്ന മേഖലകളിലെല്ലാം പിശാചിനിടമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പിശാച് കടന്നു കയറാവുന്ന അവനിടമുള്ള ആ മേഖലകളെ നമ്മൾ കണ്ടെത്തി അവൻ കടന്നു വരുന്ന വാതിലുകളെ നമ്മൾ അടയ്ക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു, ക്ഷമിക്കാത്ത മനോഭാവം, ഉണങ്ങാത്ത മുറിവ്, അതിലൂടെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നിഗളത്തിലൂടെ കടന്നു വരും. ഇന്ന് നമ്മൾ പറഞ്ഞു, ഏറ്റുപറഞ്ഞ പരിഹാരം കാണാത്ത പാപങ്ങളിലൂടെ പിശാച് കടന്നു വരും. ലളിതമായ നിർമ്മലമായ ഭക്തി മാറി ഇന്നിത് കേവലം ചടങ്ങും നമുക്കും ദൈവത്തിനും ഇടയിൽ വിഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അതിലൂടെ പിശാച് കടന്നു വരും. ഇടർച്ചകളിലും ദ്വന്ദ്വപക്ഷങ്ങളിലും ഭിന്നതകളിലും കൂടെ പിശാച് കടന്നു വരും. ഇതിനെല്ലാം എതിരെ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ആ സമാധാനത്തിന്റെ ദൈവം ഈ പിശാചിന്റെ തലയെ ആരുടെ കാൽ കീഴിലാണ് ചതച്ചു കളയുന്നത്? നമ്മുടെ കാൽ കീഴിൽ. നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ദൈവം എന്ത് ചെയ്യും? തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരണത്തിന്റെ രംഗത്ത് പിശാച് അവൻ അലറുന്ന സുഖം പോലെ കർത്താവിന്റെ നേരെ വന്ന രംഗങ്ങളിലൊക്കെ കർത്താവ് എങ്ങനെയാ നിന്നത്? നമുക്ക് ആ ഭാഗം ധ്യാനിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാകും. കർത്താവ് നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞവർക്ക് നേരെ നമ്മൾ അങ്ങോട്ട് പറയുകയല്ല. കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, അവരോട് ക്ഷമിക്കാം. ഉണങ്ങാത്ത മുറിവുകളെ താലോലിച്ച് ഓർമ്മയിൽ കൊണ്ടു നടക്കണ്ട. അതിനോട് നമുക്ക് മനസ്സേ എന്ന് പറയാം. എനിക്കത് മറക്കണം എന്ന് പറയാം. നമ്മുടെ നിഗളത്തിന് പകരം കർത്താവായ യേശു ക്രിസ്തു താഴ്മയിലൂടെയാണ് രക്ഷ കൊണ്ടുവന്നത്. കർത്താവ് കാണിച്ച ആ വഴിയിൽ നമുക്ക് താഴ്മയുടെ വഴിയിലായിരിക്കാം. നമുക്ക് ഏതെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിത വസ്ത്രത്തിലെ ഒരു കറ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. അല്ലെങ്കിൽ പിശാചിനൊരിടം കിട്ടും. നമ്മുടെ ഏകാഗ്രമായ നിർമ്മലമായ ബന്ധത്തിന് എവിടെയെങ്കിലും കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ, വിഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വിഗ്രഹങ്ങളെ മാറ്റിക്കളയാം. കാര്യം അവിടുന്ന് തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. പതിവുകളെ, ആചാരങ്ങളെ നമുക്ക് മാറ്റിക്കളയാം. ആചാരങ്ങളും പതിവുകളും വിഗ്രഹങ്ങളും ഒക്കെ പട്ടത്വ സഭകളിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൈ കഴുകി മാറല്ലേ. നമ്മുടെ ജീവിതത്തിൽ സട്ടിൽ വെയിൽ അത് വരാനായിട്ടിടയുണ്ട്. നമുക്കതിനെതിരെ ജാഗ്രത പാലിക്കാം. അതുപോലെ ഇടർച്ചകളും ദ്വന്ദ്വപക്ഷങ്ങളും ഭിന്നതകളും ഉണ്ടാകാതെ നമുക്ക് സമാധാനത്തിലായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, അവിടുന്ന് സമാധാനത്തിന്റെ ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ സമാധാനത്തിന്റെ ദൈവത്തിന്റെ വക്താക്കളായിട്ട് ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ശക്തിയുള്ള ദൈവത്തിന്റെ വക്താക്കളായിട്ടായിരിക്കാനാണ് ഞങ്ങളിൽ പലർക്കും താല്പര്യം. എന്നാൽ അങ്ങനെയുള്ളപ്പോൾ തന്നെ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തും. അപ്പോൾ തന്നെ കർത്താവേ, ഞങ്ങൾ സമാധാനത്തിന്റെ ദൈവത്തിന്റെ വക്താക്കളായിട്ട്, ഞങ്ങളുടെ ഭവനങ്ങളിലെ സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട്, വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ പരിഹാരം വരുത്തുന്നവരായിട്ട്, സമൂഹത്തില് സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട്, അങ്ങനെ കർത്താവ് കാണിച്ചു തന്ന ആ താഴ്മയുടെ വഴിയിൽ പോകുവാൻ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. പിശാചിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിടവുമില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയും. അവന്റെ തന്ത്രങ്ങളെ ഞങ്ങൾക്ക്
അവിടുത്തെ വചനത്തിലൂടെ മനസ്സിലാക്കി തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങള് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഇതിന് ശക്തിയില്ല. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. അവിടുന്ന് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സമാധാനത്തിന്റെ ദൈവം പിശാചിന്റെ തലയെ ഞങ്ങളുടെ കാൽ കീഴിൽ വേഗത്തിൽ ചതച്ചു കളയും എന്നുള്ള ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ കർത്താവെ പിശാചിന് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന മേഖലകളെ എല്ലാം വേഗത്തിൽ അടച്ചു കളവാൻ, അവന്റെ തലയെ അവിടെ എല്ലാം ചതച്ചു കളവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വം അവിടത്തേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.